അസ്സലാമലൈക്കും. ഇന്നൊരു മീൻ പീരൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് തേങ്ങ എടുത്തിക്കണേ, കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി കുറച്ച് വെളുത്തുള്ളി എടുത്തിക്കണേ, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ഇതിലേക്ക് ഈ തേങ്ങ ചിരകിയെടുത്ത തേങ്ങയ്ക്ക് ഇട്ടുകൊടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളകും പിന്നെ ഒരു 1/4 ടീസ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചത് അതും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ചതച്ചെടുക്കുക. തേങ്ങയൊക്കെ ഇവിടെ ചതച്ചെടുത്തിക്കണ്. ഇനി ഈ വലുപ്പത്തിൽ പുളി പിഴിഞ്ഞെടുക്കണം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ വത്തൽ മീനാണ് എടുത്തിക്കണത്. അതിലേക്ക് ചതച്ചെടുത്തിട്ടുള്ള തേങ്ങ ഇട്ടുകൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, പിന്നെ പുളിവെള്ളം കറിവേപ്പിലും കൂടി ഇട്ടുകൊടുത്തുകൊണ്ട് കൈവച്ച് നല്ലോണം കുഴച്ചെടുക്കുക കേട്ടോ. ഇനി ഇത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുക. ഇതിലേക്ക് പുളി പിഴിഞ്ഞെടുത്ത വെള്ളം അല്ലാതെ വേറെ വെള്ളം ഇതിലേക്ക് പറഞ്ഞിട്ടില്ല കേട്ടോ. ഇതിൽ വെള്ളം അധികം ചേർക്കാത്തത് കൊണ്ട് തന്നെ ഒന്ന് തിളച്ച് വന്നാൽ മീഡിയം ഫ്ലെയിമിൽ തീ കുറച്ച് വെക്കണം കേട്ടോ. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. വെല്ലനാണ് കേട്ടോ ഇളക്കി കൊടുക്കാൻ. 5 മിനിറ്റ് തീ കത്തിച്ചാൽ തന്നെ അത് വെന്ത് കിട്ടും കേട്ടോ. ഒരു 2-3 മിനിറ്റ് കൂടി മൂടി വെക്കാം കേട്ടോ. 2 മിനിറ്റിന് ശേഷം മൂടി തുറക്കുക. ഇതിൽ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളമുണ്ട്, മുഴുവനായിട്ട് വറ്റിയിട്ടില്ല. ഇനി തീ ഓഫാക്കാം. ഇതിലേക്ക് അവസാനമായിട്ട് വെളിച്ചെണ്ണ, 1 സ്പൂണ് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി മേലെ കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ച് വെക്കുക കേട്ടോ. തീ ഓഫ് ആക്കിക്കണേ. ഇനി ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് അടച്ച് വെക്കുക. പീര ഇവിടെ റെഡി ആയിക്കണം കേട്ടോ. ഇതിങ്ങനെ ഇളക്കി കൊട്ടേ നിൽക്കരുത് കേട്ടോ, വെന്തതായതുകൊണ്ട് ഉടഞ്ഞു പോകും. ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.